ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, യോഗി ആദിത്യനാഥിനെ പോലെ ഒരു നേതാവ് സ്വതന്ത്ര ഭാരതം ഭരിക്കാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല. നമ്മൾ എല്ലാവരും ചില സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹം എടുക്കുന്ന ചില നയങ്ങളും തീരുമാനങ്ങളും കാണുമ്പോൾ, ആ നാടിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ മനുഷ്യനെടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നതാണ്. സംഭലിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ അതിനിടയിൽ ക്ഷേത്രം കണ്ടെത്തിയ പ്രദേശത്തെ ന്യൂനപക്ഷ വിഭാഗം താമസക്കാർ സ്വന്തം വീടുകൾ പൊളിച്ചു തുടങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വിഭാഗം ആളുകളാണ് വീടുകൾ പൊളിച്ചു തുടങ്ങിയത്. ജില്ലാ ഭരണകൂടം സ്ഥലത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും കയ്യേറ്റ വിരുദ്ധ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് അവർ സ്വന്തം വീടുകൾ പൊളിച്ചു തുടങ്ങിയത്. കയ്യേറ്റം ആരോപിച്ച് ജില്ലാ അധികൃതർ എന്തായാലും വീടുകൾ പൊളിക്കുമെന്നും നമ്മൾ തന്നെ അത് ചെയ്താൽ വിലപിടിപ്പുള്ള വല്ലതും സംരക്ഷിക്കാമെന്നും അധികൃതർ പൊളിച്ചാൽ എല്ലാം നശിപ്പിക്കുമെന്നും താമസക്കാർ പറയുന്നു. ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ സംഭാലിലെ ന്യൂനപക്ഷ ആധിപത്യ പ്രദേശങ്ങളിൽ റെയ്ഡും ആരംഭിച്ചു കഴിഞ്ഞു. അനധികൃത നിർമ്മാണം നടത്തിയെന്ന് ആരോപിച്ച് അടുത്തിടെ നോട്ടീസ് നൽകിയ സമാജ്വാദി പാർട്ടി MP സിയാഉർ റഹ്മാന്റെ വീട്ടിൽ ചൊവ്വാഴ്ച സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചു. ഇതുവരെ ഡസൻ കണക്കിന് വീടുകളിൽ വൈദ്യുതി മോഷണം കണ്ടെത്തുകയും 1.3 കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ജുമാ മസ്ജിദിന് സമീപമുള്ള സംഭാലിലെ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി മോഷണം കണ്ടെത്താൻ പരിശോധന ആരംഭിച്ചെന്നും നിരവധി വീടുകളിൽ വൈദ്യുതി മോഷ്ടിക്കുന്നത് കണ്ടെത്തിയെന്നും അധികൃതർ പറഞ്ഞു. ക്രമസമാധാനം നടപ്പിലാക്കാൻ അധികാരികൾ കനത്ത രീതിയിൽ പോലീസിനെ വിന്യസിപ്പിച്ചു. കോടതി ഉത്തരവിനിടയിൽ നവംബർ 24 സംഭാലിൽ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ. ജുമാ മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേക്കിടയിൽ ഉണ്ടായ അക്രമങ്ങളിലും വെടിവെപ്പിലും 5 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മുഗൾ ഭരണകാലത്ത് തകർത്തതായി പറയപ്പെടുന്ന ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന അവകാശവാദത്തെ തുടർന്നാണ് സർവേ ആരംഭിച്ചത്. സർവേ ഉത്തരവിനെതിരായ മസ്ജിദ് കമ്മിറ്റിയുടെ വെല്ലുവിളി അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കുന്നതുവരെ നടപടികൾ നിർത്തിവെക്കാൻ സംഭാൽ വിചാരണ കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതിനിടയിലാണ് പള്ളിക്ക് 1 കിലോമീറ്റർ അപ്പുറം പുരാതന ക്ഷേത്രം കണ്ടെത്തി എന്ന അവകാശവാദവുമായി ജില്ലാ അധികൃതർ രംഗത്ത് വന്നത്. ക്ഷേത്രവും ക്ഷേത്രക്കിണറും കണ്ടെത്തി എന്നാണ് അറിയിച്ചത്. വിഗ്രഹങ്ങളും ലഭിച്ചു എന്ന് അറിയിക്കുന്നു. 1978 കലാപത്തിന് ശേഷം അടച്ചിട്ട ക്ഷേത്രമാണ് ഇപ്പോൾ തുറന്നത് എന്നാണ് അധികൃതരുടെ വാദം. ക്ഷേത്രത്തിന്റെ പഴക്കം നിർണയിക്കാൻ കാർബൺ ഡേറ്റിംഗ് നടത്താൻ ASIയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബുൾഡോസർ രാജിനെ നടപ്പിലാക്കാൻ പാടില്ല UPയിൽ എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നത്. ശരി, വേണ്ട. സുപ്രീം കോടതിയുടെ വിധി അനുസരിക്കാൻ ഒരു സംസ്ഥാനം എന്ന നിലയിൽ, സംസ്ഥാനത്തെ ഭരണാധികാരി എന്നുള്ള നിലയിൽ യോഗി ആദിത്യനാഥ് ബാധ്യസ്ഥനാണ്. രാജ്യത്തെ മോശമായി ബാധിക്കുന്നതൊന്നും അദ്ദേഹം ചെയ്യില്ല. മറിച്ച് ഈ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളെയും അദ്ദേഹം അനുധാവനം ചെയ്യുകയും ചെയ്യും. അത് ജനങ്ങളിൽ നിർബന്ധമാക്കുകയും ചെയ്യും. അതാണ് യോഗിയുടെ ഒരു രീതി. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏതാളിനെയും, ബലാത്സംഗമാകട്ടെ, പീഡനവീരന്മാരാകട്ടെ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരാകട്ടെ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ഭീകരവാദികൾ, തീവ്രവാദികൾ ആര് തന്നെയായിരുന്നാലും ശരി, മുഖം നോക്കാതെ ശക്തമായ രൂപത്തിൽ നടപടികളുമായി യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകും. ഇപ്പോ സംഭാലില് കടുത്ത നടപടിയാണ് യോഗി ആദിത്യനാഥ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം സർക്കാർ ഭൂമികള്, അതുപോലെ ആരാന്റെ ഭൂമികള്, ഇതൊക്കെ അനധികൃതമായി തട്ടിയെടുക്കുകയും, കൈമൂച്ചുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയാറില്ല, അതുപോലെ ഒരു വിഭാഗം ആളുകൾ ഒരു സമൂഹത്തിൽ ഒരു ഏരിയയിൽ അങ്ങ് ഒരുമിച്ച് കൂടും. പിന്നീട് അവര് എടുക്കുന്നതൊക്കെ കത്തിയും വാളുമാണ്. ഭയമാണ് മനുഷ്യന് മറ്റുള്ളവർക്ക്. അതുകൊണ്ട് ജീവനെങ്കിലും ബാക്കി കിട്ടുമല്ലോ, ഒരു പരാതിക്കും പോകാതെ അവർ ഒതുങ്ങി ജീവിക്കും. പക്ഷെ ഇപ്പോഴിതാ അനധികൃതമായി ആരാൻ്റെത് തട്ടിയെടുത്തതും സർക്കാർ ഭൂമികൾ കവർന്നെടുത്തതും അതിനകത്ത് കെട്ടിടങ്ങൾ സ്ഥാപിച്ചതും, മസ്ജിദുകൾ, മദ്രസകൾ, വലിയ വലിയ ആരാധനാലയങ്ങൾ, അതിൻ്റെ കീഴിൽ ഒരുപാട് ഷോപ്പുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഇതൊക്കെ സ്ഥാപിച്ചു. അനധികൃതമായ കയ്യേറ്റം ഒരിക്കലും യോഗി ആദിത്യനാഥ് അനുവദിക്കില്ല. അതെല്ലാം അദ്ദേഹം ബുൾഡോസറിനെ ഇറക്കി ഇടിച്ചു നിരത്തും. അപ്പോഴാണ് ബുൾഡോസർ രാജിന് നിയമം വരുന്നത്. ശരിയെന്നാ വേണ്ട. അനധികൃതമായി കെട്ടിപ്പൊക്കിയതിന്റെ വെള്ളവും വൈദ്യുതിയും വിച്ഛേദിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ടല്ലോ, വേണ്ട. പ്രത്യേകിച്ച് ഒരു നിയമത്തിന്റെയും ആവശ്യമില്ല. അനധികൃതമായ വൈദ്യുതിയാണ് ഇവർ വലിച്ചിരിക്കുന്നത്. അനധികൃതമായ കുടിവെള്ള പദ്ധതികളാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതൊന്നും സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നില്ല. ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഫോളോ ചെയ്തിട്ടായിരുന്നില്ല ഇവരിതൊക്കെ ചെയ്തിരുന്നത്.
അതുകൊണ്ട് അതൊക്കെ അങ്ങ് നിർത്തലാക്കി പുതിയ പണി കൊടുത്തിരിക്കുകയാണ് സംഭാലിൽ യോഗി ആദിത്യനാഥ്. ഒരു കയ്യേറ്റവും അനുവദിക്കില്ല UP-യിൽ എന്നത് യോഗിയുടെ ഒരു പ്രതിജ്ഞയാണ്. പിന്നെ എങ്ങനെയാണ് അനധികൃതമായിട്ടുള്ള കയ്യേറ്റം യോഗി അനുവദിക്കുന്നത്? ശരിക്കു പറഞ്ഞാൽ കേന്ദ്രം ഇടപെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. കൃത്യമായിട്ടത് സംസ്ഥാന സർക്കാർ ചെയ്തു. നമ്മൾ ഇതൊക്കെ കാണുമ്പോഴാണ് കേരളം ഒന്ന് യോഗിയുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലോ, അതല്ലെങ്കിൽ ഇന്ത്യ ഒന്ന് യോഗി ആദിത്യനാഥന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലോ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ യോഗിക്ക് അഭിനന്ദനം അറിയിക്കാതെ പറ്റില്ല. അടിക്ക് തിരിച്ചടി തന്നെ. രാജ്യം മുഴുവനും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയും ഓരോ രൂപത്തിൽ ഓരോ കോണിൽ നിന്നും വിവിധ മാർഗങ്ങളിലൂടെ ഇവർ പ്രവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ UP-യിൽ അത് അനുവദിക്കില്ല എന്ന് യോഗി ആദിത്യനാഥ് തറപ്പിച്ച് പറയുകയാണ്. 1000 വർഷമെങ്കിലും ഇതേപോലെ UP-യെ കൊണ്ടുപോകാൻ, സ്വതന്ത്ര ഭാരതത്തെ കൊണ്ടുപോകണമെന്നാണ് നമുക്ക് ആഗ്രഹം. അതിന് യോഗിക്ക് കഴിയണം. യോഗിയുടെ ആക്ഷൻ ഇങ്ങനെയാണ്. അതിക്രമം ചെയ്തത് ഏത് കൊമ്പനായിരുന്നാലും ഏത് വമ്പനായിരുന്നാലും ശരി, ഈ രാജ്യത്തിന്റെ നിയമം അയാൾ അംഗീകരിച്ചേ പറ്റൂ. MP ആകട്ടെ, മന്ത്രിയാകട്ടെ, ഇനി അതുക്കും മേലെ ആരുമാകട്ടെ. അനധികൃതമായി നിർമ്മിച്ചതാണോ ഒന്നും നോക്കണ്ട, പൊളിച്ചേക്കുന്നത്. ബുൾഡോസർ ഇറക്കിക്കോ. ബുൾഡോസറിന്റെയും സുപ്രീം കോടതി നിയമമുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ വൈദ്യുതിയും വെള്ളവും കട്ട് ചെയ്തേക്ക്. മുഖ്യമന്ത്രിയെ സ്ഥലം മാറ്റാൻ വകുപ്പില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തേക്ക് കേരളത്തിലേക്ക് വല്ലതും നരേന്ദ്രമോദി കൊണ്ടുവരുമായിരുന്നു. നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുവാണ്. ദീർഘകാലത്തെ കോൺഗ്രസ് ഭരണത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് എന്തും ചെയ്യാം. അവർക്ക് ആരുടെ ഭൂമിയും കൈവശം വെക്കാം. ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് രാജ്യത്തെ കൊള്ളയടിച്ച് അവരുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി മെനക്കെട്ട കോൺഗ്രസ്സുകാരുടെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ വഖഫിലൂടെ ഒരു മൂല മാത്രമാണ് പൊളിഞ്ഞിട്ടുള്ളത്. അനധികൃതമായി ഏതും കയ്യേറി ഭീകരതയും അതുപോലെ മതേതരത്വത്തെയും ആ ഏരിയയിലെ സമാധാനത്തെയും തകർക്കുന്ന ഇവരെ ഒരു പരിധിവരെയെങ്കിലും ചൂണ്ടുവിരലിൽ നിർത്താൻ യോഗി ആദിത്യനാഥിനെ സാധിക്കും. അദ്ദേഹത്തിന് സാധിക്കും. അത് ഒരു കയ്യേറ്റവും രാജ്യത്ത് അനുവദിക്കില്ല. ഇനിയും ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹർത്താല്, പൊതു മുതലുകൾ നശിപ്പിച്ചു, അവന്റെ സ്ഥാവര ജംഗമം പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് യോഗിയുടെ പോലീസ് പൊക്കിയെടുത്തിരിക്കും. നമ്മൾ കൊതിച്ചാലും ഈ രൂപത്തിലൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യത്തിന്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും. സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ കൂടി വിചാരിക്കണമല്ലോ രാജ്യത്ത് നിന്ന് അഴിമതി മുക്തമാകണമെന്ന്. നമ്മൾ വിചാരിച്ചു പോകുകയാണ് പല വിഷയങ്ങളിലും യോഗി ആദിത്യനാഥിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാരണം അദ്ദേഹത്തിന് രാജ്യത്തെ കൊള്ളയടിക്കണ്ട. രാജ്യത്തെ കൊള്ളയടിച്ച് കുറെ ഉണ്ടാക്കി മക്കൾക്കും ഭാര്യയ്ക്കും അടുത്ത തലമുറയ്ക്കും ഒന്നും തിന്നാൻ വേണ്ടിയിട്ട് കട്ടുമുട്ടിപ്പിക്കണ്ട. നട്ടലിലുള്ള ഒരു ഭരണാധികാരിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് വെറുതെയല്ല. അദ്ദേഹത്തിന്റെ വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു അപാലവൃദ്ധം ജനങ്ങളും കാത്തിരിക്കുന്നത് പോലെ. UP-യിൽ കോടതികളുണ്ട്. പക്ഷേ ശരിക്കും കോടതികൾ എവിടെയാണ് എന്നത് കുറ്റവാളികൾക്കറിയാം. അവിടെയാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് സിദ്ദീഖാപ്പൻ പിടിക്കപ്പെട്ടത്? UP-യിലായതുകൊണ്ടാണ്. കേരളത്തിലായിരുന്നെങ്കിൽ സിദ്ദീഖാപ്പൻ ഇപ്പൊ പൂമാലയിട്ട് സ്വീകരിച്ച് ഇപ്പോഴത്തെ ഇലക്ഷനിൽ അയാൾ മത്സരിച്ചിട്ടുണ്ടാകുമായിരുന്നു. പറയാനുണ്ടോ? നന്ദി.